അപ്പോൾ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ഐറ്റം. ഇത് തന്നെ. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ പേരൊക്കെ ഉണ്ട് എവിടെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനിപ്പോൾ ബെല്ലിലാണ് കൈറ്റിൽ ബെല്ലിയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ഈ സാധനം ഞാനിവിടെ കൊണ്ടുവന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ഇത് പൊട്ടിച്ച് നോക്കാനുള്ള ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ആക്കി വെക്കുന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം എന്താണ് അതിൻ്റെ നോക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞാണ് കണ്ടാണ് ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളി പാക്കിംഗ് ആണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് മൊബൈലിൻ്റെ പിന്നാണ് കൈ കിട്ടിയത്. വേറെ ഒന്നും കിട്ടില്ല. വീട്ടിലായിരുന്നെങ്കിൽ നമുക്ക് അത്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇതാ കിട്ടിയത്. നമുക്ക് ഇത് വെച്ച് പയ്യെ ഞാൻ തുറന്ന് നോക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മൾ ഇത്ര നേരം കാത്തിരുന്നത്. കിട്ടി. ഇങ്ങനെയാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. നമ്മുടെ ഐറ്റം വന്നു പോലെ മൈക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മൈക്ക് പിന്നെ അത് ഇതിൻ്റെ വിൻഷീൽഡാണ്. നമുക്ക് കൂട്ടിച്ചോളാം. അപ്പോൾ നമ്മുടെ ബോയ M1 BYM1 എന്ന് പറഞ്ഞ മോഡൽ മൈക്കാണ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകുന്നത്. അടിപൊളി ഒരു പൗച്ച് കൂടി വേറെ നല്ല കൊണ്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. ബോയുടെ 2 സ്റ്റിക്കറൊക്കെ നമുക്കുണ്ട്. ഇതിൻ്റെ മാനുവൽ വാറണ്ടി കാർഡാണ്. 6 മാസം വാറണ്ടിയുള്ള കാർഡാണ്. 6 മാസം വാറണ്ടി. ഈ മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാനിത് എടുക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത 6 മീറ്റർ നീളമുണ്ട് ഇതിൻ്റെ കേബിൾ. ഇതിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് തുറന്ന് നോക്കാം. അതിന് മുമ്പ് ഇതാണ് മൈക്ക്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിൻ്റെ ബട്ടൊക്കെ നമുക്ക് പിടിപ്പിക്കാനുണ്ട്. വിൻഷീൽഡൊക്കെ പിടിപ്പിക്കാനുണ്ട്. നമുക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മൈക്കിൻ്റെ ബഡ് കിട്ടിയിട്ടുണ്ട്. തൊപ്പി ഇതൊക്കെ നമുക്ക് പിന്നെ പിടിപ്പിച്ച് നോക്കാം എങ്ങനെയാണ് പരിപാടി. പിടി ഫാമിലി ബാറ്ററി ടീ. ഇതിനകത്തേക്കാണ് ബാറ്ററി ഇടുന്നത്. അത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ബാറ്ററി ഇട്ട് കേട്ടോ. ഇതിൽ 2 സ്വിച്ച് ഉണ്ട്. ഒന്ന് ക്യാമറയിൽ യൂസ് ചെയ്യണ സ്വിച്ച്, പിന്നെ ഒന്ന് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യണ സ്വിച്ച്. സ്മാർട്ട് ഫോണിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതൊന്ന് അഴിച്ചു നോക്കാം. കേബിളിൻ്റെ നീളം കണ്ട 6 മീറ്റർ നീളമുണ്ട്. ഓടി കിടന്ന് വീഡിയോ എടുക്കും.
ഇതൊന്ന് തൽക്കാലം ഒന്ന് മൊബൈലിലേക്കൊന്ന് കണക്ട് ചെയ്യാനാണ്. ഹലോ ഹലോ ഇപ്പോൾ കേൾക്കുന്നതായിരിക്കും എൻ്റെ ബോയ വണ്ടിൻ്റെ സൗണ്ട്. നമുക്ക് ഇനി വിൻഷീൽഡ് ഒന്ന് എടുത്ത് വെച്ച് നോക്കാം. നമുക്ക് തന്നതാണ് വിൻഷീൽഡ് തന്നതാണ്. അങ്ങനെ കിട്ടാറില്ലെന്നാണ് പറഞ്ഞത്. നല്ല കാറ്റുള്ള ടൈമിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി വീഡിയോ എടുക്കുകയാണെങ്കിൽ വിൻഷീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് സൗണ്ടിനൊന്നും എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കേൾക്കാൻ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി സാധനം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. 2 സ്റ്റിക്കറൊക്കെ ഇട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി വണ്ടിയിൽ എവിടെയെങ്കിലും പൊട്ടിച്ചു. പിന്നെ എന്താണ് പിന്നെ ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ള പിന്നാണ്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന പിന്നെ എടുത്തിട്ട് ഇത് ഇതിലേക്ക് കണക്ട് ചെയ്തു ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ തോന്നുന്നത്. അറിയാൻ പറ്റില്ല, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മളുടെ മൈക്ക് അവിടെ വെച്ച് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ ശരിക്കും കണക്റ്റ് ആയില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് നമ്മളുടെ ബോയ BYM1 സൗണ്ടാണ്. ഞാൻ പതിയെ പറഞ്ഞാൽ മതി, ഇത് നല്ലപോലെ സൗണ്ട് ക്യാച്ച് ചെയ്യുന്നൊരു മൈക്കാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മൈക്ക് ഡയറക്റ്റ് ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ കണക്റ്റ് ആയില്ലായിരുന്നു. പിന്നീട് നമ്മളൊരു ആപ്പിൻ്റെ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന രീതിയിൽ സൗണ്ട് ആക്കിയെടുത്തത്. ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്പാണ് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് ആപ്പിൽ സെറ്റിങ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഈ ഇത്തരത്തിൽ സൗണ്ട് റെഡിയാക്കി എടുത്തത്. ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ സെറ്റിങ്സിൽ വരുത്തിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ക്യാമറ എടുക്കുക, എന്നിട്ട് അതിൽ സെറ്റിങ്സിൽ ഓഡിയോ സോഴ്സ് എടുക്കുക, എന്നിട്ട് അതിൽ എക്സ്റ്റേണൽ എമ്മയ്ക്ക് ക്ലിക്ക് ചെയ്യുക. ഈ മൈക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ. ഇറ്റ്സ് മീ ആനന്ദ് സൈനിങ് ഓഫ്.